ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.2 ഇതിലെ രണ്ടാമത്തെ പ്രോബ്ലമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എക്സസൈസ് 1.2.2 ചെക്ക് ദ ഇൻജക്റ്റിവിറ്റി ആൻഡ് സർജക്റ്റിവിറ്റി ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. താഴെ പറയുന്ന ഫംഗ്ഷൻസിൻ്റെ ഇൻജക്റ്റിവിറ്റി അതുപോലെ സർജക്റ്റിവിറ്റി ആണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇൻജക്റ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, വൺ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഇൻജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ ഓൺ ടു ഫംഗ്ഷൻസിനെയാണ് സർജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ താഴെ പറയുന്ന ഫംഗ്ഷൻസ് വൺ ആണോ ഓൺ ടു ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് പാർട്ട് എന്താ, നമുക്ക് നമ്മുടെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണിത്. ഇവിടെ ഫംഗ്ഷൻ എഫ് സച്ച് ദാറ്റ് n to n given by f of x equal to x square. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക്, അതായത് ഡൊമൈനും കോഡൊമൈനും ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, അതായത് 1, 2, 3 അങ്ങനെയുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് വൺ ആണോ അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. വൺ ഫംഗ്ഷൻ ചെക്ക് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെയാണ് എൻ്റെ സ്റ്റെപ്സ്. കാൽക്കുലേറ്റ് എഫ് ഓഫ് x1, കാൽക്കുലേറ്റ് എഫ് ഓഫ് x2, then putting f of x1 equal to f of x2, then we have to prove x1 equal to x2. അതായത് ഇവിടെ f of x1 equal to f of x2 എന്ന് നമ്മൾ എഴുതിയ ശേഷം നമുക്ക് x1 equal to x2 എന്ന ഫോർമാറ്റിലാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നതെങ്കിൽ ഈ ഫംഗ്ഷൻ വൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ, f of x equal to x square. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ ആദ്യം വൺ ആണോ, അതായത് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ എഫ് ഓഫ് x1 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ ഇവിടെ x സ്ക്വയറിൽ എക്സിൻ്റെ പൊസിഷനിൽ നമ്മൾ x1 എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് x1 ഈക്വൽ ടു x1 സ്ക്വയർ. സിമിലർലി എഫ് ഓഫ് x2 ഈക്വൽ ടു x2 സ്ക്വയർ. അടുത്ത സ്റ്റെപ്പ് എന്താ, പുട്ടിങ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. ഇവിടെ എഫ് ഓഫ് x1 എന്ന് പറയുന്നത് x1 സ്ക്വയർ ആണ്. therefore x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ. അപ്പോൾ ഇവിടെ x2 സ്ക്വയർ എന്ന് പറയുന്നത് x1 സ്ക്വയർ, ഈ ഈക്വൽ ടു സൈൻ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഏത് ഫോർമാറ്റിലായിരിക്കും, x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ ഈക്വൽ ടു 0. നമുക്കറിയാമല്ലോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ അതായത് ഇവിടെ നമുക്ക് എഴുതാം x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ എന്ന് പറയുമ്പോൾ x1 പ്ലസ് x2 ഇൻറ്റു x1 മൈനസ് x2. അതായത് ഇവിടെ ഒന്നുമില്ലെങ്കിൽ അപ്പോൾ ഇത് ഈക്വൽ ടു 0 എന്നാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതായത് എ ഇൻറ്റു ബി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലല്ലേ വന്നിരിക്കുന്നത്, അതായത് മൾട്ടിപ്ലിക്കേഷൻ്റെ ഫോർമാറ്റിലല്ലേ വന്നിരിക്കുന്നത്. അതായത് ഒന്നില്ലെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ടേമായ എ മൈനസ് ബി എന്ന് പറയുന്നത് 0 ആയിരിക്കണം അല്ലേ. എന്നാൽ മാത്രമേ ഈ ഫംഗ്ഷൻ 0 കിട്ടത്തുള്ളൂ അല്ലേ. ഏതെങ്കിലും ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ എ പ്ലസ് ബി 0 ആയിരിക്കണം, അല്ലെങ്കിൽ എ മൈനസ് ബി 0 ആയിരിക്കണം. ഏതെങ്കിലും ഒരു നമ്പർ 0 ആയാലല്ലേ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് 0 ലഭിക്കത്തുള്ളൂ. അതായത് ഒന്നില്ലെങ്കിൽ x1 പ്ലസ് x2 എന്ന് പറയുന്നത് 0 ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ ടേമായ x1 മൈനസ് x2 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ x1 പ്ലസ് x2 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് x1 ഈക്വൽ ടു മൈനസ് x2 എന്നായിരിക്കും അല്ലേ. ഇവിടുത്തെ പ്ലസ് x2 ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ x1 ഈക്വൽ ടു മൈനസ് x2 എന്ന് നമുക്ക് കിട്ടും. അതേസമയം x1 മൈനസ് x2 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താ, x1 ഈക്വൽ ടു x2. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക്, അതായത് ഇവിടെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം സിൻസ് x1 ആൻഡ് x2 ആർ നാച്ചുറൽ നമ്പേഴ്സ് ദേ ആർ ഓൾവേസ് പോസിറ്റീവ്. അതുകൊണ്ട് എപ്പോഴും ഇത് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കേസ് ഇവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് കണ്ടീഷൻ മാത്രം എടുക്കാം, x1 ഈക്വൽ ടു x2. അപ്പോൾ ഫൈനലി നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, x1 ഈക്വൽ ടു x2 എന്ന് പറയുന്നത് നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഫംഗ്ഷൻ വൺ ഫംഗ്ഷൻ ആണ്, അതായത് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് x ഈക്വൽ ടു x സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ, അതായത് സർജക്റ്റീവ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ, എഫ് ഓഫ് x ഈക്വൽ ടു x സ്ക്വയർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ തന്നെ y എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മുടെ കോഡൊമൈനിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഈ yക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x എലമെൻറ്റ് നമുക്ക് കിട്ടുന്നെങ്കിൽ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെടുത്തു, ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് x
സച്ച് ദാറ്റ് y ഈസ് ആൻ എലിമെൻറ്റ് ഓഫ് n. ഇവിടെ നമുക്കറിയാലോ നമ്മുടെ ഡൊമൈനും കോഡൊമൈനും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ y ഈസ് ആൻ എലിമെൻറ്റ് ഓഫ് n. ഇവിടെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്കിത് രണ്ടും തമ്മിൽ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതാലോ. ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് √y. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ വൈക്ക് നമുക്ക് ഏത് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ് ഏത് വേണമെങ്കിലും കൊടുക്കാം. കാരണം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ നിന്ന് ഏത് നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ വൈക്ക് നിങ്ങൾ 2 എന്ന് പറയുന്ന വാല്യൂ ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ എന്താ വരുന്നത്? എക്സ് ഈക്വൽ ടു √2 അല്ലെ, പ്ലസ് ഓർ മൈനസ് √2 എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ √2 വരുമ്പോൾ നമുക്കറിയാം √2ൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുന്നത്? 1.41. 1.41 എന്ന് പറയുന്ന വാല്യൂ നാച്ചുറൽ നമ്പർ ആണോ? നാച്ചുറൽ നമ്പർ അല്ല. അതായത് ഈ എക്സ് എന്ന് പറയുന്നതൊരു നാച്ചുറൽ നമ്പർ അല്ല. ഇപ്പോൾ ഇവിടെ മനസ്സിലായോ? അതായത് വൈ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ എടുത്തു, പക്ഷേ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് എല്ലാ എലമെൻറ്റ്സിനും വൈയിൽ കോഡോമൈനിൽ എല്ലാ വാല്യൂസ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ഒരു എക്സ് വാല്യൂ വേണം അല്ലേ. ഇപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്ന ഒരു കോഡോമൈനിലെ വാല്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ 2ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ഡൊമൈനിലില്ല അല്ലേ. കാര്യം ഈ 1.41 എന്ന് പറയുന്ന ഈ വാല്യൂ നമുക്ക് ഡൊമൈനിൽ കിട്ടില്ല. കാര്യം ഇവിടെ രണ്ടും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. സിൻസ് എക്സ് ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ, സോ എഫ് ഈസ് നോട്ട് ഓൺ ടു ഓർ സർജക്റ്റീവ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എഫ് എന്ന് പറയുന്നത് സർജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് എഫ് സച്ച് ദാറ്റ് ഇസഡ് ടു ഇസഡ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇസഡിൽ നിന്ന് ഇസഡിലേക്ക്, അതായത് ഡൊമൈനും കോഡൊമൈനും ഇസഡ് തന്നെയാണ്. ഇസഡ് എന്ന് പറയുന്ന സെറ്റിലുള്ള ഇൻറ്റിജേഴ്സ് എന്തൊക്കെയാണ്? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ആണ് ഇസഡ് എന്ന് പറയുന്നത്. അതായത് ഓൾ ഇൻറ്റിജേഴ്സ് ഇൻക്ലൂഡിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. ഉദാഹരണമായിട്ട് -2, -1, 0, 1, 2 എന്നിങ്ങനെയുള്ള എല്ലാ ഇൻറ്റിജേഴ്സും ഇസഡ് എന്ന് പറയുന്ന സെറ്റിലുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് ആദ്യം 1, 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഓൾറെഡി 1, 1 ആണെന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റെപ്സ് ഇതെല്ലാമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ദെൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഈ ഫംഗ്ഷൻ 1, 1 അല്ലെങ്കിൽ 1, 1 ആണോ, അതായത് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു? എഫ് ഓഫ് എക്സ് വൺ എന്താണെന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു x1 സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് x1 സ്ക്വയർ എന്ന് നമ്മൾ എഴുതുന്നു. അതുപോലെ എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുമ്പോൾ എന്താ? x2 സ്ക്വയർ. അടുത്ത സ്റ്റെപ്പ് എന്താ? പുട്ടിങ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതായത് x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ. അടുത്ത ചോദ്യത്തിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റിലാണ് വരുന്നത്? x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ എന്ന ഫോർമാറ്റിൽ വരും. സോ a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന ഫോർമാറ്റിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? x1 ഈക്വൽ ടു x2 അല്ലെങ്കിൽ x1 ഈക്വൽ ടു -x2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ അറിയാം, ഇവിടെ z എന്ന് പറയുന്ന ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റിൽ നെഗറ്റീവ് ഇൻറ്റിജേഴ്സും അതുപോലെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും പോസിബിൾ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് x1 ഈക്വൽ ടു x2 എന്ന് പറയുന്നതും പോസിബിൾ ആണ്. മാത്രമല്ല x1 ഈക്വൽ ടു -x2 എന്ന് പറയുന്നതും പോസിബിൾ ആണ് അല്ലേ. അതായത് ഇവിടെ x1 ഒരു യൂണിക് ഇമേജ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. x1 ഈക്വൽ ടു -x2 ആണ്. അതുപോലെ x1 ഈക്വൽ ടു x2 എന്നും വരാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സിൻസ് x1 ഡസ് നോട്ട് ഹാവ് എ യൂണിക് ഇമേജ്, ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് 1, 1. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1, 1 ഫംഗ്ഷൻ അല്ല, അതായത് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. ഒന്നുകൂടി ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. അതായത് ഇവിടെ എഫ് ഓഫ് -1 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 1 തന്നെ അല്ലേ. എഫ് ഓഫ് -1 എന്ന് പറയുമ്പോൾ -1 സ്ക്വയർ ഈക്വൽ ടു 1. എഫ് ഓഫ് 1 കൊടുത്താലോ അവിടെ നമുക്ക് കിട്ടുന്നത് എന്താ? 1 തന്നെ. അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ട് ഡിഫറെൻറ്റ് എലമെൻറ്റിന് സെയിം ഇമേജ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ 2 ഡിഫറെൻറ്റ് എലമെൻറ്റിന് സെയിം ഇമേജ് ആണെങ്കിൽ അത് 1, 1 ഫംഗ്ഷൻ അല്ല. സിൻസ് ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് 1 ആൻഡ് -1 ഹാവ് ദ സെയിം ഇമേജ് 1, എഫ് ഈസ് നോട്ട് 1, 1. അതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് 1, 1 ഫംഗ്ഷൻ അല്ല. അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റെപ്സ് പ്രൂവ് ചെയ്ത് വരുമ്പോൾ x1 ഈക്വൽ ടു x2 എന്ന ഫോർമാറ്റിൽ തന്നെ വരണം, എന്നാലേ 1, 1 ആവുള്ളൂ. പക്ഷേ ഇവിടെ x1 ഈക്വൽ ടു x2 പോസിബിൾ ആണ്, x1 ഈക്വൽ ടു -x2 എന്ന് പറയുന്നതും പോസിബിൾ ആണ്. കാരണം ഇസെറ്റിൽ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇസെറ്റിൽ നിന്ന് ഇസെറ്റിലേക്കാണെങ്കിൽ ഈ ഫംഗ്ഷൻ 1, 1 ഫംഗ്ഷൻ അല്ല, അതായത് ഈ ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. ഓക്കെ, ഇനി അടുത്തത് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം സർജക്റ്റീവ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്?
കോഡൊമൈനിൽ നിന്ന് y എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു. ദെൻ ഈ yക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്തെടുത്തു, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ സച്ച് ദാറ്റ് വൈ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഇസെറ്റ്. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതി. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ. ദെൻ അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കാണുന്നത്, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ടു വൈ. അപ്പോൾ നമുക്കറിയാം ഇവിടെ y എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇൻറ്റിജേഴ്സും പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂസും ഇവിടെ വരുന്നുണ്ട്, വൈക്ക് എടുക്കാം അല്ലേ. അതായത് ഹിയർ y ഈസ് എൻ ഇൻറ്റിജർ, ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ഓൾസോ അല്ലേ. കാരണം y എന്ന് പറയുന്നത് z എന്ന് പറയുന്ന സെറ്റിലെ എലമെൻ്റ് ആണ്. സോ അതിന് നെഗറ്റീവ് ഇൻറ്റിജേഴ്സും വരാം. -1 -2 അങ്ങനെയുള്ള നെഗറ്റീവ് വാല്യൂസും z എന്ന് പറയുന്ന സെറ്റിലുണ്ട്. അതുകൊണ്ട് yക്ക് നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് വാല്യൂസും വരാവുന്നതാണ് അല്ലേ. എക്സാമ്പിൾ പുട്ടിംഗ് y ഈക്വൽ ടു -5. ഉദാഹരണമായിട്ട് yക്ക് നിങ്ങൾ -5 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കൊടുക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും എക്സ് വരുന്നത്, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് -5, വിച്ച് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ അല്ലേ. നെഗറ്റീവ് നമ്പറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ നമ്പർ അല്ല. അതായത് എക്സ് എന്ന് പറയുന്നതിന് ഒരു ഇൻറ്റിജർ വാല്യൂ ഇവിടെ ലഭിക്കുന്നില്ല. ഹെൻസ് എക്സ് ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ. അതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ അല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഫംഗ്ഷൻ എന്തല്ല, ഓൺ ടു ഫംഗ്ഷൻ അല്ല, അതായത് സർജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. കാരണം എന്താ, നമ്മളിവിടെ y എന്ന് പറയുന്ന വാല്യൂ ഇസെറ്റിലെ എലമെൻ്റ് ആണ്. ഇസെറ്റിലെ എലമെൻ്റ് ആയ yന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എക്സ് വാല്യൂ നമുക്ക് എക്സിൽ നിന്ന് ഇസെറ്റിൽ നിന്ന് ലഭിച്ചില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല, സർജക്റ്റീവ് അല്ല. മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ സെയിം തന്നെയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക്. ഇപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആ സെറ്റിൽ ഏതൊക്കെ ഉണ്ടാവും, ഇൻറ്റിജേഴ്സ് ഉണ്ടാവും, ഹോൾ നമ്പേഴ്സ് ഉണ്ടാവും, അതുപോലെ റേഷണൽ നമ്പേഴ്സ്, ഇറേഷണൽ നമ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെറ്റാണ് നമ്മുടെ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ ഫംഗ്ഷൻ 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി 1 ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന സ്റ്റെപ്സ് ഉപയോഗിച്ചിട്ടാണ്. നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ചെക്കിംഗ് 1 ഓർ ഇൻജെക്റ്റീവ്. ഈ ഫംഗ്ഷൻ 1 ആണോ, അതായത് ഇൻജെക്റ്റീവ് ആണോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എക്സ് 1 സ്ക്വയർ, അതുപോലെ എഫ് ഓഫ് എക്സ് 2 ഈക്വൽ ടു എക്സ് 2 സ്ക്വയർ, ദെൻ പുട്ടിംഗ് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് 1 സ്ക്വയർ ഈക്വൽ ടു എക്സ് 2 സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് എങ്ങനെ കിട്ടും, എക്സ് 1 സ്ക്വയർ ഈക്വൽ ടു എക്സ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോർമാറ്റിലാണ്. സോ അതിൽ നമ്മൾ എക്സ് 1 എക്സ് 2 പുട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, എക്സ് 1 ഈക്വൽ ടു എക്സ് 2 അല്ലെങ്കിൽ എക്സ് 1 ഈക്വൽ ടു മൈനസ് എക്സ് 2 എന്ന ഫോർമാറ്റിലാണ് ലഭിക്കുന്നത്. സിൻസ് എക്സ് 1 ഡസ് നോട്ട് ഹാവ് യൂണിക് ഇമേജ്, ഇവിടെയും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്കറിയാം റിയൽ നമ്പേഴ്സ് ആകുമ്പോൾ അതിൽ നെഗറ്റീവ് നമ്പേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് പറയുന്നതും പോസിബിൾ ആണ്, എക്സ് 1 ഈക്വൽ ടു മൈനസ് എക്സ് 2 എന്ന് പറയുന്നതും പോസിബിൾ ആണ്. അതായത് എക്സ് 1ന് എക്സ് 2 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, എക്സ് 1ന് മൈനസ് എക്സ് 2 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷൻ അല്ല. കാരണം എന്താ, സിൻസ് എക്സ് 1 ഡസ് നോട്ട് ഹാവ് യൂണിക് ഇമേജ്, ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് 1 ഓർ ഇൻജെക്റ്റീവ്. മനസ്സിലായല്ലോ. ഉദാഹരണമായിട്ട് നമുക്കിവിടെ എക്സ് സ്ക്വയറിന് -1 അതുപോലെ 1 എന്ന് പറയുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എഫ് ഓഫ് -1 എന്നാണെങ്കിൽ -1 സ്ക്വയർ ഈക്വൽ ടു 1, അതുപോലെ എഫ് ഓഫ് 1 ആണെങ്കിൽ 1 സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ അതായത് -1നും 1നും സെയിം ഇമേജ് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ അല്ല. അടുത്തതായിട്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ y എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മുടെ റിയൽ നമ്പേഴ്സിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y ആൻഡ് y ഈസ് ആൻ എലമെൻറ്റ് ഓഫ് r. നമുക്കറിയാം നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാലോ, എക്സ് സ്ക്വയർ ഈക്വൽ ടു y എന്ന് എഴുതാലോ. അതായത് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ടു വൈ. റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ നിന്നുള്ള ഒരു എലമെൻ്റ് ആണ് y എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് yക്ക് നെഗറ്റീവ് വാല്യൂസും എടുക്കാം അല്ലേ. ഹിയർ y ഈസ് എ റിയൽ നമ്പർ, ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് ഓൾസോ. ഉദാഹരണമായിട്ട് എക്സാമ്പിൾ പുട്ടിംഗ് y ഈക്വൽ ടു -3. yക്ക് നമ്മൾ -3 എന്ന് പറയുന്നൊരു വാല്യൂ ആണ് സെലക്ട് ചെയ്യുക എന്ന് വിചാരിക്കുക. നമുക്ക് എന്താ ലഭിക്കുന്നത്, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് -3. നമുക്കറിയാമല്ലോ റൂട്ട് ഓഫ് -3 എന്ന് പറയുമ്പോൾ മൈനസ് വാല്യൂസിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ അല്ല, അതൊരു ഇമാജിനറി നമ്പറാണ് അല്ലേ.
വിച്ച് ഈസ് നോട്ട് പോസിബിൾ ആസ് റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ ഈസ് നോട്ട് റിയൽ. നെഗറ്റീവ് നമ്പറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് റിയൽ നമ്പർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ y എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ഒരു എക്സ് വാല്യൂ നമുക്ക് കിട്ടിയില്ല. കാരണം എക്സ് വാല്യൂ എന്ന് പറയുന്നത് റിയൽ നമ്പർ അല്ല. റിയൽ നമ്പർ അല്ലാത്തത് കൊണ്ട് ഇത് r എന്ന് പറയുന്ന സെറ്റിൽ എലമെൻ്റ് അല്ല. Hence x is not real. Therefore f is not onto or not surjective. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺടു ഫംഗ്ഷൻ അല്ല, അതായത് ഈ ഫംഗ്ഷൻ സർജക്റ്റീവ് ഫംഗ്ഷൻ അല്ല ആണ്. f such that n to n given by f of x equal to x cube. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? f of x equal to x cube. ഇത്രയും നേരം നമ്മൾ ചെയ്തത് x സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരുന്നു. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക്, അതായത് ഡൊമൈനും കോഡൊമൈനും നാച്ചുറൽ നമ്പേഴ്സാണ്. ഈ ഫംഗ്ഷൻ 1 ആണോ എന്നാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാലോ, നമ്മൾ ഇത്രയും നേരം ചെയ്തതാണ് 1 എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുന്നത് ഈ സ്റ്റെപ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എഫ് ഓഫ് x1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. എഫ് ഓഫ് x1 ഈക്വൽ ടു x1 ക്യൂബ്, അതുപോലെ എഫ് ഓഫ് x2 ഈക്വൽ ടു x2 ക്യൂബ്. ദെൻ പുട്ടിങ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. അപ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ്. അതായത് ഇവിടെ x2 ക്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? x1 ക്യൂബ് മൈനസ് x2 ക്യൂബ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മാത്സിൽ പഠിച്ചൊരു ഫോർമുലയായിട്ട് സിമിലർ അല്ലേ? a ക്യൂബ് മൈനസ് b ക്യൂബ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഒരു ഫോർമുല ഉണ്ടല്ലോ. അതെങ്ങനെയാണ് വരുന്നത്? a ക്യൂബ് മൈനസ് b ക്യൂബ് ഈക്വൽ ടു a മൈനസ് b ഇൻറ്റു a സ്ക്വയർ പ്ലസ് ab പ്ലസ് b സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് വേണം, ഇവിടെ എയുടെ ബിയുടെയും സ്ഥാനത്ത് നമുക്ക് x1 x2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്താ ലഭിക്കുന്നത്? x1 ക്യൂബ് മൈനസ് x2 ക്യൂബ് ഈക്വൽ ടു x1 മൈനസ് x2 ഇൻറ്റു x1 സ്ക്വയർ പ്ലസ് x1 x2 പ്ലസ് x2 സ്ക്വയർ. ഇവിടെ നമുക്കറിയാം ആദ്യത്തെ ഭാഗം പ്രൊഡക്റ്റ് ആണ്. ഈ രണ്ട് പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ആദ്യത്തെ ആകാം, അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്താവണം? 0 ആവണം. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം x1 മൈനസ് x2 ഈക്വൽ ടു 0 നമുക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തെ പോർഷൻ x1 സ്ക്വയർ പ്ലസ് x1 x2 പ്ലസ് x2 സ്ക്വയർ. അപ്പോൾ ഇവിടെ അഡീഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് 0 ആവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ ആദ്യത്തെ ഭാഗം ഇതാണ് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? x1 മൈനസ് x2 ഈക്വൽ ടു 0. അതായത് ഈ മൈനസ് x2 ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തേക്ക് വന്നാൽ എന്താകും? x1 ഈക്വൽ ടു x2. അതായത് നമുക്കിവിടെ x1 മൈനസ് x2 ക്യൂബ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. നമുക്ക് കിട്ടുന്നത് എന്താ? x1 ഈക്വൽ ടു x2. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ലാസ്റ്റ് x1 ഈക്വൽ ടു x2 എന്നല്ല നമ്മൾ പ്രൂവ് ചെയ്തത്. അതായത് സിൻസ് ഇഫ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ദെൻ x1 ഈക്വൽ ടു x2. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? 1 ഫംഗ്ഷനാണ്, അതായത് ഇൻജക്റ്റീവ് ഫംഗ്ഷനാണ്. ക്ലിയർ ആയല്ലോ? ഹെൻസ് ഇറ്റ് ഈസ് 1 ഓർ ഇൻജക്റ്റീവ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് x ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ സച്ച് ദാറ്റ് വൈ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എൻ. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ നിന്ന് വൈ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്തു. അതായത് നമുക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ എഴുതാമല്ലോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ദർഫോർ എക്സ് ക്യൂബ് ഈക്വൽ ടു വൈ എന്ന് നമുക്ക് എഴുതാമല്ലോ, എക്സ് ക്യൂബ് ഈക്വൽ ടു വൈ. അതായത് എക്സ് ഈക്വൽ ടു വൈ റേസ് ടു 1/3. ദർഫോർ എക്സ് ഈക്വൽ ടു വൈ റേസ് ടു 1/3 നമുക്ക് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഹിയർ y ഈസ് എ നാച്ചുറൽ നമ്പർ, ദാറ്റ് ഈസ് y ഈസ് എൻ എലമെൻറ്റ് ഓഫ് n. നമുക്കറിയാം y എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ്. y എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ നിന്നുള്ളൊരു എലമെൻ്റ് ആയതുകൊണ്ട് y എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. പറയുന്നത് ഉദാഹരണമായിട്ട് y ഈക്വൽ ടു 2 എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? x ഈക്വൽ ടു y റേസ് ടു 1/3. അതായത് 2 റേസ് ടു 1/3 എന്നാണ് വരുന്നത്. 2 റേസ് ടു 1/3യുടെ ആൻസർ എന്തായാലും ഒരു നാച്ചുറൽ നമ്പർ അല്ല, അല്ലേ? അതൊരു റേഷണൽ നമ്പർ ആയിരിക്കും വരുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് മാത്രമേ നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്നുള്ളൂ. 1 2 3 4 5 അങ്ങനെയുള്ള ഇൻറ്റീജേഴ്സ് മാത്രമേ നാച്ചുറൽ നമ്പേഴ്സിൽ വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് 2 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ മനസ്സിലായി നമുക്ക് ഇവിടെ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല. സോ എക്സ് ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. സോ എഫ് ഈസ് നോട്ട് ഓൺ ടു. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ അല്ല, അതായത് ഈ ഫംഗ്ഷൻ സർജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. അപ്പോൾ നമ്മളിവിടെ എന്താ പ്രൂവ് ചെയ്തത്? Hence the function f is injective but not surjective. ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണ്, പക്ഷേ സർജക്റ്റീവ് ഫംഗ്ഷൻ അല്ല എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ ഇതാണ്, എഫ് സച്ച് ദാറ്റ് ഇസഡ് ടു ഇസഡ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി സെയിം സെറ്റ് വെച്ചിട്ടുണ്ട്. ഇസഡ് ടു ഇസഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നായിരുന്നു ഫംഗ്ഷൻ. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ ഈ ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ 1 ആണോ ഓൺ ടു ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
നമുക്കറിയാലോ ഇസഡ് എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്, അതായത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സും നെഗറ്റീവ് ഇൻറ്റിജേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെറ്റാണ് ഇസഡ് എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, നമുക്ക് ആദ്യം ഈ ഫംഗ്ഷൻ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? എഫ് ഓഫ് x1 കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ? എഫ് ഓഫ് x1 ഈക്വൽ ടു x1 ക്യൂബ്, ദെൻ എഫ് ഓഫ് x2 ഈക്വൽ ടു x2 ക്യൂബ്, ദെൻ പുട്ടിങ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2, അതായത് x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് x1 ക്യൂബ് മൈനസ് x2 ക്യൂബ് ഈക്വൽ ടു 0 അല്ലേ? അതായത് ഇവിടെ x2 ക്യൂബ് എന്ന് പറയുന്നത് ഈക്വൽ ടു സൈൻ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? x1 ക്യൂബ് മൈനസ് x2 ക്യൂബ് ഈക്വൽ ടു 0. അതായത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന ഫോർമാറ്റിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഫൈനലി x1 ഈക്വൽ ടു x2 എന്ന ആൻസർ കിട്ടും. ദാറ്റ് ഈസ് x1 ഈക്വൽ ടു x2. സിൻസ് if f of x1 equal to f of x2, then x1 equal to x2. അതായത് ഇപ്പോൾ നമുക്കറിയാം f of x1 equal to f of x2 ആണ്. അതുപോലെ x1 equal to x2 എന്ന ഫോർമാറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാലോ ആ ഫംഗ്ഷൻ 1 ആണെന്ന്. Therefore, hence we proved that the function is 1 or injective. അതുകൊണ്ട് f of x equal to x ക്യൂബ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഇസഡിൽ നിന്ന് ഇസഡിലേക്ക് ഈ ഫംഗ്ഷൻ എന്താ? 1 ഫംഗ്ഷൻ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഈ ഫംഗ്ഷൻ തന്നെ ഓൺ ടു ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ y എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇസഡിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ സച്ച് ദാറ്റ് വൈ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഇസഡ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്, അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ നമുക്ക് എക്സ് ക്യൂബ് ഈക്വൽ ടു വൈ എന്ന് എഴുതാലോ. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു വൈ റേസ് ടു 1/3 നമുക്ക് എഴുതാലോ. നമുക്കറിയാം y എന്ന് പറയുന്നത് ഇസഡിലെ ഒരു എലമെൻ്റ് ആണ്. അതുകൊണ്ട് y എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ എലമെൻ്റ് ആണ്. ഉദാഹരണമായിട്ട് yക്ക് നമ്മൾ 2 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കൊടുക്കുക എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു വൈ റേസ് ടു 1/3. yക്ക് നമ്മൾ പുട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ എന്താ? 2. അതായത് എക്സ് ഈക്വൽ ടു 2 റേസ് ടു 1/3 എന്ന് വരും. 2 റേസ് ടു 1/3 എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ 2 റേസ് ടു 1/3 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ അല്ല നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇവിടെ y എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ്, ഇസഡിലെ ഒരു എലമെൻ്റ് ആണ്. പക്ഷേ ഇസഡിലെ y എന്ന് പറയുന്ന എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു എക്സ് എലമെൻറ്റ് നമുക്ക് കിട്ടിയില്ല. ഡൊമൈനിൽ എക്സ് എലമെൻറ്റ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയും? ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. സോ എഫ് ഈസ് നോട്ട് ഓൺ ടു, അതായത് എഫ് എന്ന് പറയുന്നത് ഒരു സർജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. ഹെൻസ് ദ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻജക്റ്റീവ് ബട്ട് നോട്ട് സർജക്റ്റീവ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് മനസ്സിലായെങ്കിൽ ദയവായിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്